ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഗ്ഗാനി പഫ് റൈസിൻ്റെ ഒരു ഉപ്മാവ്, അതായത് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന മലരും കൊണ്ടൊരു അടിപൊളി ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ആന്ധ്രാപ്രദേശിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു ഉപ്മാവാണ് ഉഗ്ഗാനി. ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. സിമ്പിൾ മെത്തേഡിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പഫ് റൈസ് ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനൊരു ബൗളിൽ ഒരു 5 കപ്പ് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന മലരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മലര് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഈ ഒരു മലര് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മലര് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മലര് നമ്മുടെ കൈമേ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ആ ഒരു വെള്ളം എല്ലാം പിഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് നമ്മുടെ മലർ ഇവിടെ റെഡിയായി നമ്മുടെ ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് നല്ല അടിപൊളിയായിട്ടൊരു മസാല തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടുകടല ആഡ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ എരിവിൻ്റെ അനുസരിച്ച് വത്തലമുളക് ആഡ് ചെയ്യാം. ഞാനൊരു 3 വത്തലമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 to 4 നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പൊടി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി മലര് ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 സ്പൂണ് കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വകയെല്ലാം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കടല ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ കാഷ്യൂ നട്ട് ഞാൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂസൊക്കെ റോസ്റ്റായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു ട്രാൻസ്ലൂസൻറ്റ് ആവുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരു പച്ചമുളക് ഞുറുക്കിയിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീരെ നൈസായിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് വഴണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് റോസ്റ്റായി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു പഫ് റൈസ് നമ്മുടെ മലര് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മസാലകളെല്ലാം മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റിനായിട്ട് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് തീർച്ചയായിട്ടും ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നാരങ്ങ നീര് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പഫ് റൈസ് ഉപ്പുമാവ്, അതായത് മലരും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു പഫ് റൈസ് നമ്മുടെ ഉപ്പുമാവാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു പഫ് റൈസ് ഉപ്പുമാവ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.